എസ്ലാലോജിക്കൽ CMRL സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് വീണ വിജയന്റെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ പരിശോധനയിൽ നിർണായകമായ തെളിവുകൾ ലഭിച്ചതായി ED ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മെയ് 27-ന് നടന്ന റെയ്ഡിൽ ഒരു ഐഫോണിന് പുറമെ ചുവന്ന കവറുള്ള ഡയറിയും കേസുമായി ബന്ധമുണ്ടെന്ന് കരുതുന്ന A4 ലൂസ് ഷീറ്റുകളും അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച പരിശോധനയിൽ ഈ ഡയറിയിലെ വിവരങ്ങൾ അതീവ നിർണായകമാണെന്ന് ED പറയുകയാണ്. ഡയറിയിലെ 1 മുതൽ 9 വരെയുള്ള പേജുകളിൽ കേസുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ വിവരങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമികമായ കണ്ടെത്തൽ. പിടിച്ചെടുത്ത ഐഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിൽ നിന്ന് സേവന കരാറുകളെക്കുറിച്ചും ഇമെയിൽ ഇടപാടുകളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ EDക്ക് ലഭിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നൽകാത്ത സേവനത്തിന്റെ പേരിൽ ഉണ്ടാക്കിയ വ്യാജ കരാറുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഫോണിൽ ഉണ്ടെന്നാണ് സൂചന. പണമിടപാടുകൾ മാത്രമായിരുന്നു ഇമെയിൽ സന്ദേശങ്ങളുടെ ഉള്ളടക്കമെന്നും യാതൊരു വിധത്തിലുമുള്ള സേവനങ്ങളും ഇതിന്റെ ഭാഗമായി നൽകിയിട്ടില്ലെന്നും പരിശോധനയിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്. പണം എത്തിയതിനെക്കുറിച്ചും അത് ചെലവഴിച്ചതിനെക്കുറിച്ചുമുള്ള കൃത്യമായ രേഖകൾ ഡയറിയിൽ ഉണ്ടെന്നാണ് ED വ്യക്തമാക്കുന്നത്. ഐഫോണിലെ ഡിജിറ്റൽ തെളിവുകളും ഡയറിയിലെ വിവരങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുമ്പാകെ ED സമർപ്പിച്ചിട്ടുണ്ട്. കൂടാതെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ പരിശോധനയിൽ പുതിയ കമ്പനിയുടെ രേഖകളും കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന കമ്പനിയുടെ വിവരങ്ങളാണ് EDക്ക് ലഭിച്ചത്. ഈ കമ്പനിയുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടും അതിലുണ്ടായിരുന്ന 15.57 ലക്ഷം രൂപയും അന്വേഷണ സംഘം മരവിപ്പിച്ചിട്ടുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം വീണയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് നിർണായകമായ വിവരങ്ങൾ ലഭിച്ചത്. എസ്ലാലോജിക്കൽ കമ്പനിക്ക് പുറമെ ലേക്കർ ഇന്ത്യ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട രേഖകളും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ലഭിച്ച വിവരങ്ങളുടെയും രേഖകളുടെയും അടിസ്ഥാനത്തിൽ 2002-ലെ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ സെക്ഷൻ 17(1)(a) പ്രകാരമാണ് തുടർ നടപടികൾ സ്വീകരിച്ചത്. HDFC ബാങ്കിൽ ലേക്കർ ഇന്ത്യ കോർപ്പറേഷന്റെ പേരിലുള്ള അക്കൗണ്ടിൽ അതും ED മരവിപ്പിച്ചിട്ടുണ്ട്. കണ്ടുകെട്ടൽ നടപടികളുടെ ഭാഗമായി ഈ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന 15,57,414 രൂപ മരവിപ്പിച്ചതായും അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് നൽകിയ റിപ്പോർട്ടിൽ ED വ്യക്തമാക്കുന്നുണ്ട്. വിഷയത്തിൽ കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ED അറിയിച്ചിട്ടുണ്ട്. വീണയുടെ ഉടമസ്ഥയിലുള്ള എസ്ലാലോജിക്കൽ കമ്പനിയും കൊച്ചിയിലെ CMRL കമ്പനിയും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നുവെന്ന കണ്ടെത്തലിന് പിന്നാലെയാണ് ED അന്വേഷണം ആരംഭിച്ചത്. ഈ വിഷയത്തിൽ അന്വേഷണം തുടരുന്നതിനിടെ 2 തവണ വീണയെ ചോദ്യം ചെയ്തിരുന്നു. ഏറെ ചർച്ച ചെയ്യപ്പെട്ട കേസിൽ ആദ്യമായാണ് ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന കമ്പനിയുടെ പേര് പുറത്തുവരുന്നത്. എസ്ലാലോജിക്കലിന് പുറമെ മറ്റൊരു കമ്പനി കൂടി വീണയ്ക്ക് സ്വന്തമായി ഉണ്ടായിരുന്നുവെന്ന കാര്യം അന്വേഷണ സംഘം പരിശോധിക്കുകയാണ്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിൽ സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ചും പണമൊഴുക്കിനെ കുറിച്ചും വിശദമായ അന്വേഷണമാണ് നിലവിൽ നടക്കുന്നത്. എസ്ലാലോജിക്കൽ സൊല്യൂഷൻസിന് യാതൊരുവിധ IT സേവനങ്ങളും നൽകാതെയാണ് CMRL വൻതുക കൈമാറിയതെന്ന് മുൻ MD ശശീന്ദ്രൻ കർത്ത മൊഴി നൽകിയതായി ED വ്യക്തമാക്കുന്നു. മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനുമായുള്ള വ്യക്തിബന്ധം അത് പരിഗണിച്ചാണ് ഈ തുക നൽകിയതെന്ന് ശശീന്ദ്രൻ കർത്ത EDക്ക് നൽകിയ മൊഴിയിൽ സമ്മതിച്ചിട്ടുണ്ട്. 2024-ൽ PMLA സെക്ഷൻ 50 പ്രകാരം രേഖപ്പെടുത്തിയ ചോദ്യം ചെയ്യലിലാണ് അദ്ദേഹം ഈ വിവരങ്ങൾ വെളിപ്പെടുത്തിയത്.